പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച. 2 ശമൂവേൽ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവ നിങ്ങളുടെ ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ഈ ലോകത്തിൽ ചില പ്രവൃത്തികൾ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതപ്പെടില്ല, എന്നാൽ അവ സ്വർഗത്തിൻ്റെ പുസ്തകത്തിൽ പൊൻമഷി കൊണ്ട് രേഖപ്പെടുത്തപ്പെടും. അത്തരമൊരു പ്രവൃത്തിയാണ് ഗിലെയാദിലെ ജനങ്ങൾ ചെയ്തത്. യുദ്ധം കഴിഞ്ഞിരുന്നു. വിജയികൾ ആഘോഷിക്കുമ്പോൾ പരാജിതരുടെ മൃതദേഹങ്ങൾ അപമാനത്തിൻ്റെ ചുവരുകളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. എല്ലാവരും ഭയന്ന് പിന്നോട്ട് മാറിയപ്പോൾ ചിലർ മാത്രം മുൻപോട്ട് നടന്നു. അവർ ശൗലിനെ ഓർത്തു. ജീവിച്ചിരുത്തപ്പോൾ ലഭിച്ച നന്മ മറന്നില്ല. മരണത്തിന് ശേഷവും ബഹുമാനം നൽകാൻ അവർ തയ്യാറായി. രാത്രിയുടെ ഇരുട്ടിലൂടെ അവർ യാത്ര ചെയ്തു. ജീവൻ പോലും അപകടത്തിലാക്കി രാജാവിൻ്റെ ശരീരം ഇറക്കി മാന്യമായി സംസ്കരിച്ചു. ആ പ്രവൃത്തി കണ്ടപ്പോൾ ദാവീദ് അവരെ ശാസിച്ചില്ല, അനുഗ്രഹിച്ചു. യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം ഒരിക്കലും കരുണയുടെ ഒരു പ്രവൃത്തിയും മറക്കുകയില്ല. മറ്റുള്ളവർ കാണാതെ ഇരുന്ന കണ്ണുനീർ, ആരും അറിയാതെ ചെയ്ത സേവനം, പ്രതിഫലം പ്രതീക്ഷിക്കാതെ നൽകിയ സഹായം, തിരിച്ചു കിട്ടാനില്ലാത്തവർക്ക് നൽകിയ സ്നേഹം, ഇവയെല്ലാം ദൈവം സൂക്ഷിച്ചു വയ്ക്കും. മനുഷ്യർ നന്ദി പറയാതെ പോയേക്കാം, പക്ഷേ ദൈവം അനുഗ്രഹിക്കാതെ പോകില്ല. ഈ വചനത്തിൽ മനോഹരമായ 2 വാക്കുകളുണ്ട്. 1 ദയ, 2 വിശ്വസ്തത. നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ ഒഴുക്കും. വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ ദൈവം തൻ്റെ വിശ്വസ്തത കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചുറ്റിയടുപ്പിക്കും. നന്മ ചെയ്യുവാൻ എളുപ്പമുള്ളവരോട് മാത്രമല്ല, നമ്മെ വേദനിപ്പിച്ചവരോട് പോലും മാന്യത പുലർത്തുവാൻ, നന്മ പ്രവർത്തിക്കുവാൻ ദാവീദ് പഠിപ്പിക്കും. ശൗൽ തൻ്റെ ശത്രുവായിരുന്നു, എന്നിട്ടും ശൗലിനെ ആദരിച്ചവരെ ദാവീദ് ആദരിക്കുന്നു. അതാണ് ദൈവമക്കളുടെ ഹൃദയം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദയയുടെ പ്രതിഫലനമാകട്ടെ. ആരും കാണാത്ത നന്മകൾ ചെയ്യാൻ നമുക്ക് ധൈര്യമുണ്ടാകട്ടെ. നമ്മുടെ വാക്കുകൾ കരുണയുടെ കൈകളായും നമ്മുടെ വാക്കുകൾ ആശ്വാസത്തിൻ്റെ വാക്കുകളായും നമ്മുടെ ജീവിതം ദൈവവിശ്വസ്തതയുടെ സാക്ഷിയായും മാറട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, മറ്റുള്ളവരുടെ വേദന കാണുന്ന കണ്ണുകളും സഹായിപ്പാൻ തയ്യാറായ കൈകളും പ്രതിഫലം പ്രതീക്ഷിക്കാത്ത നന്മ ചെയ്യുവാൻ സ്നേഹം നിറഞ്ഞ ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വിതയ്ക്കുന്ന ദയയുടെ വിത്തുകൾ അങ്ങയുടെ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്ക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.